ചപ്പാത്തിയും കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അവിയലും കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ എഗ്ഗ് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഹെൽത്തി ഫാറ്റും അതുപോലെ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളും, ഞാനും ഒരു ചായ കുടിക്കാറുണ്ട്. അപ്പോൾ പാലിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ശകലം ഷുഗർ ഇടുന്നവർക്ക് ആ ഷുഗറും കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലെങ്കിൽ ഫുഡ് ചെല്ലുന്നില്ല എന്ന് തോന്നിയാലും നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ്സ് മലയാളികൾക്ക് എന്നും കിട്ടുന്നുണ്ട്. അതിന് ചപ്പാത്തിയുടെ എണ്ണം കൂട്ടണമെന്നില്ല. അവിയൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്, കറികളെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ്, ചായ കാർബോഹൈഡ്രേറ്റ്സ് ആണ്, ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ അത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇങ്ങനത്തെ ഫുഡ് കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ മാർച്ചിലത്തെ ബാച്ചിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴേ ജോയിൻ ചെയ്ത് വെക്കാം. മാർച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടുതലായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴുള്ള പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ നമുക്ക് 35 വയസ്സുള്ളവർക്കും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കണ്ടേ, ഇല്ല 40 വയസ്സുള്ളവർക്കും ഹെൽത്തി ആയിട്ട് ഇരിക്കണ്ടേ?